ഇനി മറ്റൊരു വാർത്തയിലേക്ക് 24 എക്സ്ക്ലൂസീവ് വാർത്തയാണ്. കായിക വകുപ്പിലെ അനീതികൾക്കെതിരെ പ്രതികരിച്ചതിൽ കോച്ചിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചെന്ന പരാതി ഉയർന്നു. മെസ്സി വിഷയത്തിലെയും സ്പോർട്സ് കോൺക്ലേവ് നടത്തിപ്പിലെയും ക്രമക്കേടുകൾ വിവരാവകാശ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്ന പ്രമോദ് കുന്നംപുറത്തിനെയാണ് കായിക മന്ത്രിയുടെ ഓഫീസ് വേട്ടയാടാൻ ശ്രമിച്ചത്. മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇടപെട്ടാണ് കേസെന്നാണ് പ്രമോദ് 24നോട് പറഞ്ഞത്. പരാതിയുടെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്പോർട്സ് കൗൺസിലിനും അതുപോലെ തന്നെ കായിക വകുപ്പിലും നടന്ന അഴിമതിയുടെ രേഖകൾ ഞാൻ പുറത്തുവിട്ടു എന്നുള്ളതാണ്. ഈ മെസ്സി വരുന്നത് സംബന്ധമായ കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തോട് പറഞ്ഞു എന്നുള്ളതാണ് പരാതിയുടെ കാരണം അത്രയേറെ വലിയ അഴിമതികൾ നടന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരാവകാശ പ്രകാരം എടുത്ത രേഖകൾ, ആ രേഖകളെ അടിസ്ഥാനമാക്കി സർക്കാരിനെയും അതുപോലെ തന്നെ മന്ത്രിയെയും ഞാൻ വേട്ടയാടുന്നു എന്ന രീതിയിലായിരുന്നു ആദ്യം. അതിനെതിരായിട്ട് എനിക്കെതിരായിട്ട് കള്ളപ്പരാതി, മന്ത്രിയുടെ ഓഫീസ് തന്നെ കള്ളപ്പരാതി ചമച്ചുകൊണ്ട് എന്നെ ഇപ്പം വേട്ടയാടുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച്, അതേമാതിരി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ സെല്ല്, അതുപോലെ തന്നെ ലോക്കൽ പോലീസ്, ഇങ്ങനെ എല്ലാ മേഖലകളിലും എൻ്റെ പുറകെ തന്നെയായിരുന്നു ഒരു വർഷമായിട്ട്. പക്ഷേ കൃത്യമായ എവിഡൻസോട് കൂടി ഒരു പ്രകാശ് എന്ന് പറയുന്ന ആൾ മന്ത്രിക്കൊരു ലെറ്റർ എഴുതുകയും എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നത്. അതിൻ്റെ മുൾ രേഖകളും എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ട പ്രകാരം എനിക്കെതിരായിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് അന്വേഷണം വേണം. അങ്ങനെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എൻ്റെ അടുത്ത് വരികയും അതുപോലെ തന്നെ ലോക്കൽ പോലീസ് വരികയും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മൊഴിയെടുക്കുകയും പിന്നീട് എൻ്റെ പുറകെ നിരന്തരമായിട്ട് എന്നെ പോലീസ് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. ശരിക്കും ഈ പ്രമോദ് അത്തരമൊരു ദുരിതത്തിൽ അകപ്പെട്ടു പോയോ? തീർച്ചയായും SKN അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രമോദ് കുന്നംപുറത്തിനെ കായിക പ്രേമികൾക്കും ഇല്ലെങ്കിൽ ഈ കായിക വിദ്യാർത്ഥികൾക്കും ഒക്കെ തന്നെ നന്നായി അറിയാം. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം ഒരു മുൻ കായിക താരമാണ്. അതിനുശേഷം പട്ടാളത്തിലായിരുന്നു. പിന്നീട് പട്ടാളത്തിലെ ജോലി ഉപേക്ഷിച്ചൊക്കെ തന്നെ അദ്ദേഹം നാട്ടിലേക്ക് വന്നതുപോലും കായിക രംഗത്തിന്, കേരള കായിക രംഗത്തോടുള്ള ഒരു കടമ എന്ന് തന്നെയാണ്. അദ്ദേഹം നിരവധി താരങ്ങൾക്ക് സ്വന്തം ചെലവിൽ നിന്നടക്കം ഈ ഇത് കൊടുത്തുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഈ കായിക രംഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു വ്യക്തിയാണ്. അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ പോരാട്ടം വിലയിരുത്തപ്പെടുന്നത് സർക്കാർ ജോലി കിട്ടാത്ത അല്ലെങ്കിൽ അർഹതപ്പെട്ട ജോലി കിട്ടാത്ത താരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം പോരാടുന്നു. അങ്ങനെ പലതരത്തിലും ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ, കായിക മേഖലയിലെ അനീതികൾക്കെതിരെ പോരാടുന്നതോടുകൂടിയാണ് കായിക വകുപ്പിൻ്റെ മുന്നിൽ ഇദ്ദേഹം ഒരു നോട്ടപ്പുള്ളിയായി മാറുന്നത്. പക്ഷേ മുൻപ് EP ജയരാജനുള്ള കാലത്തൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് വന്ന വി അബ്ദുറഹ്മാൻ്റെ കാലത്താണ് ഒന്നും തന്നെ കേൾക്കാൻ തയ്യാറാവാത്ത പോലും ഇദ്ദേഹത്തോട് ഒരു പ്രതികാര നടപടി എന്ന തരത്തിലുമൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നത് കണ്ടത്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മെസ്സി വിഷയത്തിലടക്കം നമ്മളടക്കം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. മെസ്സി വിഷയത്തിൽ മെസ്സിയെ കൊണ്ടുവരുന്നു എന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ, അതോടൊപ്പം തന്നെ കായിക മന്ത്രിയുടെ സ്പെയിൻ യാത്ര തുടങ്ങിയ പല വിഷയങ്ങളും ഇദ്ദേഹം നേരിട്ടിടപെട്ടാണ് ഈ വിവരാവകാശ രേഖ അടക്കം സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇല്ലെങ്കിൽ കായിക വകുപ്പിന്റെ പല കള്ളക്കളികളും പൊളിച്ചടുക്കിയത് ഈ പ്രമോദ് കുന്നംപുറത്തിന്റെ വിവരാവകാശ രേഖകളായിരുന്നു. ഇതിന് പിന്നാലെയാണ് അനിൽ ബാസു, താങ്കൾ ദൃശ്യത്തിൽ തന്നെ നിൽക്കുക. നമ്മുടെ പ്രമോദ് കുന്നംപുറത്ത് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. പ്രമോദ്, ശരിക്കും ഈ സർക്കാർ മാറിയതോടെ എല്ലാം ഒത്തുതീർപ്പാക്കാനുള്ള ഇടപെടലും ചില കോണുകളിൽ നിന്ന് വരുന്നു എന്നുള്ള വിവരമുണ്ടല്ലോ. ഇതിനെതിരെ താങ്കൾ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ താങ്കളുടെ പോരാട്ടം തുടരുമോ? തീർച്ചയായും എന്റെ പോരാട്ടം ഇനിയും തുടരും. ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് വന്നപ്പോൾ മന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെയാണ് ഈ കാര്യം എന്നോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങളും തെളിവുകളും എന്റെ കൈവശമുണ്ട്. അതായത് താങ്കൾക്കെതിരെ നടപടിയെടുക്കരുതെന്ന് പലപ്പോഴും കൂടെ ഉണ്ടായിരുന്ന പല APS ആരായിട്ടുള്ള ആളുകൾ പറഞ്ഞപ്പോൾ ചില സ്വാർത്ഥ താല്പര്യമുള്ള വ്യക്തികൾ അഴിമതിക്ക് ഇതേ സമയം വരെ കൂട്ടുനിന്നവരായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഈ കേസുമായി മുന്നോട്ട് പോയത്. നിരന്തരം എന്റെ വീട്ടിൽ പ്രായമായ അമ്മയെയും അതുപോലെ തന്നെ വൈഫിനെയൊക്കെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ മകനും ഒരു രഹസ്യ സ്വഭാവമുള്ള കേസിൽ അകപ്പെട്ടെന്നും പറഞ്ഞ് ഭീഷണിയായിരുന്നു. അത് ഒരു വർഷമായി ഞാൻ ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ഒരു ഫേക്ക് ഐഡിക്ക് പോലും കൂടെ വി അബ്ദുൾ റഹ്മാൻ നേരിട്ട് പോയി ലൈക്ക് അടിച്ചെന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ പ്രമോദ്, യഥാർത്ഥത്തിൽ ഈ മെസ്സി വരുന്നതിലും ഒക്കെ തന്നെ ഇത്തരം ശക്തികൾ പ്രവർത്തിച്ചു എന്ന് നമുക്ക് സംശയിക്കാമോ?
തീർച്ചയായിട്ടും മെസ്സി വരുന്നതിന് ഈ വിദേശ യാത്ര ചെയ്തതിന്റെ പൈസ ചെലവായിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞതിന്റെ മുഴുവൻ ഡോക്യുമെന്റുകളും നമ്മൾ തന്നെയാണ് വിവരാവകാശം വെച്ച് പുറത്തെടുത്തതും അത് മാധ്യമങ്ങൾക്ക് നൽകിയതും. അതിനെ തുടർന്ന് അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ യാത്ര ചെയ്ത ആൾക്കാര് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മെസ്സി വരാനുള്ള ഒരു ചാൻസും കാണുന്നില്ല, അതിനുള്ള നടപടികളില്ല. ഇതൊരു പ്രമകണ്ഠയായിരുന്നു. ഇലക്ഷൻ വരുമ്പോൾ മാത്രം വന്നു പോകുന്ന ഒരു പ്രമകണ്ഠയായിരുന്നു. കായിക വകുപ്പില് നടന്നിരുന്ന ചെറിയ അഴിമതിയല്ല നടത്തിയിരിക്കുന്നത്. കേലഭിയാൻ പദ്ധതിയിലും പൈക പദ്ധതിയിലും പദ്ധതി രണ്ടും ക്ലോസ് ചെയ്തതാണ്. ആ പദ്ധതി ക്ലോസ് ചെയ്തതിന്റെ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന തുക എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയത്തില്ല. അത് ഞാൻ പറയുന്നതല്ല. അനിൽ വാസു കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. അനിൽ, താങ്കൾക്ക് എന്താണ് പ്രമോദിനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്? SK ഇതിൽ സംബന്ധിച്ച പ്രമോദിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രമോദിലേക്കുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം. കാരണം ഈ കേസ് ആദ്യഘട്ടത്തിൽ വന്നത് കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കേസ് വരുന്നത്. ആ ഘട്ടത്തിൽ പ്രമോദ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വേട്ടയാടാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കണം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രമോദ് എടുത്തൊരു നിലപാട് അത് ഒരു തരത്തിൽ കയ്യടി അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് ഉണ്ടായിരുന്നതാണ്. കാരണം അതെന്താണെന്ന് വെച്ചാൽ കേസ് നടക്കട്ടെ, അവസാനം വരെ അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ പ്രതികരിച്ചാൽ അതിൻ്റെ അകത്ത് വേറെ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരും. കേസ് അന്വേഷണം അവസാനം വരെ തീരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നലെയായിരുന്നു അവസാനമായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രമോദിനെ വിളിപ്പിക്കുന്നതും പിന്നീട് ഈ കേസിൽ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ സമ്മപ്പ് ചെയ്യുന്നതും ഉണ്ടായിട്ടുള്ള അവസ്ഥ വന്നത്. അതായത് അവസാനം വരെ പോരാടി ഇനി ഒന്നുമില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് പ്രമോദ് ഇപ്പോൾ ഈ വാർത്ത നൽകാൻ പോലും തയ്യാറായതെന്ന് പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.